അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം USD CHF എടുത്തത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു പെയറിൽ ഞാൻ ലെഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ പോയത്. അപ്പോൾ ഞാൻ മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ ഞാൻ കണ്ട പെയർ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനാലിസിസ് എനിക്ക് ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു വീക്കിലിയെ ഈ ഒരു ഫെയിലിയർ സ്വിങ്ങിനെ എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് ഒരു പുഷ് വന്നു. പക്ഷെ മുകളിലേക്ക് പുഷ് ഇന്നലെ തന്നുവെങ്കിലും നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബെയറിഷ് പുഷുള്ള ക്യാൻഡിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, അതായത് നമുക്ക് മുകളിലെ വിക്ക് കൂടുതലാണെങ്കിൽ എന്താണ്, മുകളിലേക്ക് പ്രൈസ് പോയിട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഈ ഒരു കണ്ടു നിൽക്കുന്നത്. അപ്പം നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ യാതൊരുവിധ കൺഫർമേഷൻസും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ ലോ ടൈം ഫ്രെയിമിൽ 4 hourൽ എവിടെയെങ്കിലും നമുക്കൊരു ഇത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിതിനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നേരെ 4 hourലേക്ക് പോകും. 4 hourലെ പിക്ചർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നലെ ഈ ഒരു ഈക്വൽ ഒരു കീ ഏരിയയിൽ നിന്ന്, അതായത് ഒരു ഫെയിലർ സ്വിങ്ങിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതിനുശേഷം ഇവിടുന്നൊരു ക്യാൻഡിൽ 2 ക്ലോസ് അകത്തേക്ക്, അത് കഴിഞ്ഞ് ഇവിടുന്നൊരു ക്യാൻഡിൽ 3 ക്ലോസ് മുകളിലേക്ക്, ഇവിടുന്നൊരു ക്യാൻഡിൽ 2 ക്ലോസ് താഴേക്ക്. ഇതൊക്കെ ഇപ്പം നോക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇത് ഒരു ക്യാൻഡിൽ 3 ക്ലോസ് മുകളിലേക്ക്, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് രാവിലെ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബുള്ളിഷ് പുഷുള്ള ഒരു നേച്ചറാണെന്ന് എനിക്ക് പിടി കിട്ടി. കാരണം എന്താണ്, എനിക്കൊരു ക്യാൻഡിൽ 3 ക്ലോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ക്യാൻഡിൽ 3 ക്ലോസ്. അപ്പോൾ ഞാൻ എൻ്റെ റിവേഴ്സൽ എക്സ്പെക്റ്റേഷൻ ക്യാൻഡിൽസ് ഏതൊക്കെയാണെന്ന് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. അതായത് 17, 21, 1 എന്ന് പറയുന്ന ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോഴും നമുക്ക് ഇത് പറയുവാണെങ്കിൽ ഇതിപ്പോൾ ബെയറിഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഫുള്ളായിട്ട് ഇത് റൺ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ഒരു എൻ്റെ ഒരു DOL എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതായിരിക്കും എടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഇതിലേക്ക് റൺ ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിട്ട് മാർക്കറ്റ് ഇതേപോലെ ക്യാൻഡിൽ 3 ക്ലോസ് എടുത്തിട്ട് താഴേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മൈൻഡ് എടുത്തു. അപ്പം ഞാൻ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒരു ഏരിയ വേണം. ഞാനെന്ന് പറഞ്ഞല്ലോ, നമ്മൾ 4 hourൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഇത് രണ്ടും കിട്ടി. എന്താണ്, ഈ ഒരു ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ അപ്പാണ്. ഇതൊരു ക്യാൻഡിൽ 3 ക്ലോസ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്, എനിക്കൊരു ഏരിയ വേണം. അപ്പോൾ അടുത്ത ക്യാൻഡിൽ എന്താണ്, ഒരു ബുള്ളിഷാണ് ക്യാൻഡിൽ എന്നെനിക്ക് പിടികിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ട്രേഡിങ് ഏരിയ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഈ ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാൻഡിൽ വരെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ക്യാൻഡിലിനൊരു, എല്ലാവർക്കും അറിയാമല്ലോ, ഈ ക്യാൻഡിലൊരു ഇക്യു വരച്ചു. ഇക്യു വരച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇക്യു നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻഡിലാണ് വരച്ചത്. പക്ഷെ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ ഇക്യു, അതായത് റെസ്പെക്റ്റ് ചെയ്തത് ഈ 1 മണിയുടെ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത്. കാരണം നമ്മളിങ്ങനെ എൻ്റെയർ ഒരു ക്യാൻഡിൽ വരയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിൽ റെസ്പെക്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ക്യാൻഡിൽ അല്ല നമ്മൾ നോക്കുന്നത്, ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് റെസ്പെക്റ്റ് വരേണ്ടത്. അതായത് 1 o'clock ക്യാൻഡിലിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളും വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മൈൻഡ് വെച്ചേക്കുക. ഒക്കെ നമുക്ക് ഇത്രയും കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ 50 മിനിറ്റിൽ എനിക്ക് ആ EQ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാൻ പോവാം. ഇപ്പം ഞാൻ എൻ്റെ ക്യാൻഡിലിൻ്റെ ടൈമിംഗ് ഒന്ന് മാർക്ക് ചെയ്യാം. എവിടെ 1 മണി. ഓക്കെ, 1 മണി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മാർക്കറ്റ് കാണിച്ചത്, നമ്മൾ ഈ ഒരു പെയറിൽ എനിക്കൊരു സത്യത്തിൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഈ ഒരു ഏരിയ വെച്ച് കണ്ടപ്പോൾ ഞാനിത് അനലൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പെയറുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഏഷ്യൻ പെയറുകളാണ്. അതായത് ഏഷ്യയിലാണ് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പിങ് ഉണ്ടാകുന്നത്. പിന്നെ ന്യൂയോർക്ക് ഒന്നുകിൽ AM-ന്റെ പകുതിയോ അല്ലെങ്കിൽ PM സെഷനിലോ മാത്രമാണ് ഇതിന് വോളറ്റിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഒരു പെയറിൽ നമ്മൾ ട്രേഡ് എടുത്താൽ, ലണ്ടനിൽ പോയി ട്രേഡ് എടുത്താൽ ഇത് TP അടിക്കാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും.
അത് ഇന്നാണ് എനിക്ക് പിടികിട്ടിയത്, മനസ്സിലായോ? കാരണം ഇതെല്ലാം JPY പെയറുകൾ അല്ലെങ്കിൽ ആ ഒരു പെയറുകളാണ്. ഇതിൻ്റെ എല്ലാം പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഏഷ്യനാണ്. ഓക്കെ, അത് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏതൊക്കെ പേഴ്സ് എവിടെയൊക്കെ റെസ്പെക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. ഞാനിന്ന് ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള രീതിയിൽ മാത്രം ട്രേഡ് എടുത്താണ്. ഓക്കെ, പോട്ടെ. 1 മണി കഴിഞ്ഞിട്ട് ക്യാൻഡിൽ എന്താ ചെയ്തത്? ക്യാൻഡിൽ ഇവിടെ വന്ന് ഇവിടെയാണ് നമ്മൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ക്യാൻഡിൽ ഇവിടെ ഒന്ന് റെസ്പെക്ട് ചെയ്തു അല്ലേ? അപ്പം ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്തു. ഏതാ ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തു. ക്യാൻഡിൽ എനിക്കൊരു CIST തന്നു. പക്ഷെ അവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ എനിക്കൊരു CIST 50 മിനിറ്റ് തന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചാടി കയറി നമ്മൾ ട്രേഡ് എടുത്താൽ ഇതെടുക്കും. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ എപ്പോഴും ഈ ഒരു സേഫ് പോയിന്റിൽ ആയിരിക്കും ഞാൻ ട്രേഡ് വെക്കുന്നത്. അതിന് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു MSS കിട്ടി നിൽക്കുമല്ലേ, ഓൾറെഡി MSS കിട്ടി നിൽക്കുവാണ്. നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് MSSഉം നമ്മുടെ POS ഒക്കെ നമ്മുടെ കൂടെ വരും. എപ്പോഴും നമ്മൾ ഈ ഒരു ഇക്വലിബ്രിയത്തിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു POS മാത്രം നോക്കിയാൽ മതി. അവിടെ ആയിരിക്കും മാർക്കറ്റ് റെസ്പെക്ട് ആവുക. അതിൻ്റെ താഴേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് കിട്ടൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ സെറ്റപ്പ് അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ EQ വരയ്ക്കും ഇങ്ങനെ 2 കളറിൽ വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്പോസിറ്റിയിൽ 2 കളറിൽ വരയ്ക്കണം. ഇതിപ്പം നിങ്ങൾ ഈ പ്രൈസ് ഇപ്പോൾ ബെയറിഷ് ആയിട്ട് പോവുകയാണ് എങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഗ്രീനിൻ്റെ മുകളിലേക്ക് ഞാൻ ട്രേഡ് എടുക്കത്തില്ല. അത് ഈ ഗ്രീനിൻ്റെ മുകളിലേക്കോ ഞാൻ, അതായത് ബെയറിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഈ ഏരിയയിൽ എനിക്ക് റെസ്പെക്ട് ചെയ്യണം. അതായത് ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് പോയിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്ന എവിടെ ആയിരിക്കും? ഇതിലോ ഈ കളറിലോ അതിലോ ഇതിൻ്റെ താഴെയോ ആയിരിക്കും. അതേസമയം ബുള്ളിഷ് ആണെങ്കിൽ എന്താണ്, ഞാൻ ഒരിക്കലും ഈ കളറിൽ ട്രേഡ് എടുക്കത്തില്ല. എന്താണ്, എനിക്ക് ഗ്രീൻ കളറിലേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. കാരണം ഗ്രീനാണ് എൻ്റെ ബുള്ളിഷ്, ബ്ലാക്കാണ് എൻ്റെ ബെയറിഷ്. ഞാൻ ഗ്രീൻ കളറിലോ അതിൻ്റെ മുകളിലോ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇതെൻ്റെ ഒരു കണ്ടീഷനാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് മാക്സിമം ഇതെന്താണ് സംഭവിച്ചത്? ഇവിടെ പ്രൈസ് അവിടെ കിടന്ന് കുറേ നേരം കളിച്ചു. MSS കിട്ടി. അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു CIST കിട്ടിയെന്ന് പറഞ്ഞ ഉടനെ ചാടിക്കറി ട്രേഡ് എടുക്കാൻ പോരുത്. അത് അബദ്ധമാണ്. എടുക്കുവാണെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ വെക്കണം. അപ്പം ഭയങ്കര വലിയ ഒരു SL ആയി പോകും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഈ ഒരു ചോപ്പിനെസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം എനിക്ക് ഓൾറെഡി മനസ്സിലായി JPY എന്ന് പറയുന്ന സാധനം, ഈ ഒരു സാധനം ഇവിടെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഞാനാണെങ്കിൽ എൻ്റെ OT വരച്ച് നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലാവും OT വരച്ച് നോക്കിയപ്പോഴും 50% പോലും പ്രൈസ് വന്നിട്ടില്ല, മനസ്സിലായോ? അപ്പോഴും ഞാനിങ്ങനെ സ്റ്റിൽ വെയിറ്റ് ചെയ്തു. കാരണം എൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം അവിടെ കൃത്യമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാനത് ഒന്ന് നോക്കി. ഓക്കെ, അപ്പോൾ അവസാനം ഇവിടെ ഒരു ഇത് വന്ന് എനിക്ക് സ്ട്രോങ് പുഷ് വന്ന് മുകളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഇതിനകത്ത് ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പെയറിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇത് ലണ്ടൻ പെയർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലണ്ടൻ ട്രേഡ് എടുക്കുമ്പോൾ അതുപോലുള്ള ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിലോട് കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിലാണ് ഈ ഒരു ലെഗിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, ഞാനിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകുന്നില്ല. ഞാൻ ഓൾറെഡി അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനത് കൂടുതൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആണ്. കാരണം ഇതൊരു ലണ്ടൻ പെയർ അല്ല. അപ്പോൾ ലണ്ടൻ പെയറിൽ ഞാൻ പോയി എൻട്രി കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രോസസ്സ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു CIST കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടി കയറി എൻട്രി എടുക്കരുത്. അതിന് പകരം നമ്മൾ ലോ ടൈം ഫ്രെയിമുകളിൽ പോയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അതായത് ഒരു CIST ഒക്കെ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ അത്യാവശ്യം നല്ല ഒരു ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പ്രൈസിന് നല്ല മൂവ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഡാഡി ക്യാൻഡിലിനല്ല ഉദ്ദേശിക്കുന്നത്. ബിഗ് ഡാഡി എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാൻഡിലിനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു പുഷ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇവിടം വരെ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ.
ഓക്കെ. അപ്പോൾ ഈ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലണ്ടൻ പെയർ അല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഞാൻ കാണിക്കുന്നില്ല.